സ്വദേശ് മെഗാ ക്യൂസുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മുൻവർഷ ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് സ്വാതന്ത്ര്യ ദിനാഘോഷം എന്നായിരുന്നു? ജനുവരി 26. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നാടുകടത്തപ്പെട്ട ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമൻ, ബഹദൂർ ഷാ സഫർ എന്നറിയപ്പെടുന്നു. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ? AR റഹ്മാൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത്? ഝാൻസി റാണി. സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? CR ദാസ്. പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അഭിലാഷ് ടോമി. ഐക്യം, വിശ്വാസം, ത്യാഗം എന്നിവ പ്രമാണമാക്കിയ സംഘടന? ഇന്ത്യൻ നാഷണൽ ആർമി INA. അട്ടപ്പാടി ബ്ലാക്ക് എന്നത് ഏത് ജനുസിൽപ്പെട്ട ജീവിയാണ്? ആട്. ഏത് സംഭവത്തെ തുടർന്നാണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കമായത്? ബംഗാൾ വിഭജനം. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? മാഡം ഭിക്കാജി കാമ. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന് ഇന്ത്യയെ പ്രാപ്തമാക്കിയ ബാഹുബലി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റോക്കറ്റ്? LVM-3 Mark IV അല്ലെങ്കിൽ LVM-3. പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു, അമൃതസർ അത് ഇളക്കിയിരിക്കുന്നു. ആരുടെ വാക്കുകളാണിത്? മഹാത്മാഗാന്ധി. NP മുഹമ്മദുമായി ചേർന്ന് MD വാസുദേവൻ നായർ എഴുതിയ നോവൽ ഏതാണ്? അറബിപ്പൊന്ന്. ഏത് സമരമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്നത്? ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ്? ജ്യോതിറാവു ഫുലെ. റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന പേര് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉദ്ധം സിംഗ്. ഇന്ത്യൻ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെയും ഇന്ത്യൻ ധനതത്വശാസ്ത്രത്തിൻ്റെയും പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ദാദാഭായ് നവറോജി. പഞ്ചാബിലെ നവജവാൻ ഭാരത സഭ സ്ഥാപിച്ചത് ആരാണ്? ഭഗത് സിംഗ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സമയത്തെ പഞ്ചാബ് ഗവർണർ ആരായിരുന്നു? മൈക്കിൾ ഒ ഡയർ. 2023 ജനുവരിയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ബ്രസീൽ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ വൈസ്രോയിയുടെ ക്ഷണപ്രകാരം ഇന്ത്യൻ വനിതകളെ പ്രതിനിധാനം ചെയ്തത് ആരാണ്? സരോജിനി നായിഡു. വൈഷ്ണവ ജനതോ ദേനെ കഹിയെ ഈ ഗാനം എഴുതിയത് ആരാണ്? നരസിംഹ മേത്ത. ആസാമിലെ ബ്രഹ്മപുത്ര നദിക്കരയിൽ 1300 ഏക്കർ വരുന്ന വനം സൃഷ്ടിച്ച ഇന്ത്യയുടെ വനമനുഷ്യൻ, ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്ന വിശേഷണം നേടിയത് ആരാണ്? ജാദവ് മൊളായ് പായങ്ങ. നാട്ടുരാജ്യങ്ങളെ വിജയകരമായി ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സഹായിച്ച നാട്ടുരാജ്യ വകുപ്പ് സെക്രട്ടറിയായിരുന്ന മലയാളി? VP മേനോൻ. ഭാരതരത്ന ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രീയ നേതാവ്? രാജീവ് ഗാന്ധി. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയത് ഏത് വർഷമാണ്? 1984. ഇന്ത്യയുടെ മില്ലറ്റുമാൻ, ചെറുധാന്യ പ്രചാരകൻ എന്നറിയപ്പെടുന്ന 2 പേരിൽ ഒരാൾ പ്രൊഫസർ ഖാദർ വാലിയാണ്. രണ്ടാമൻ ആരാണ്? PV സതീഷ്. രൂപം കൊണ്ട നാൾ മുതൽ മദ്യനിരോധനം നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്?
ഗുജറാത്ത്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? എബ്രഹാം ലിങ്കൺ. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരാണ്? നന്ദലാൽ ബോസ്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ? ജവഹർലാൽ നെഹ്റു. ചലച്ചിത്ര മേഖലയിൽ കേരളത്തിലെ പരമോന്നത ബഹുമതിയാണ് JC ഡാനിയൽ അവാർഡ്. ഇതുപോലെ ദേശീയ ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് അവാർഡ് നൽകുന്നത് ഈ വ്യക്തിയുടെ പേരിലാണ്. ആരാണ് ഈ വ്യക്തി? ദാദാ സാഹിബ് ഫാൽക്കെ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ കാർഷിക വിള? ഗോതമ്പ്. കൗസ്തവ് ചാറ്റർജി ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ചെസ്. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം അവകാശമാക്കിയ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയത് ഏത് വർഷമാണ്? 2009. ഇന്ത്യ എത്ര രാജ്യങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്? 7 രാജ്യങ്ങളുമായി. ഇന്ത്യ മിഡ്നൈറ്റ് മില്ലേനിയം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ശശി തരൂർ. ONV കൾച്ചറൽ അക്കാദമിയുടെ 2023 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? C. രാധാകൃഷ്ണൻ. വരയാടുകളെ സംരക്ഷിച്ചു പോരുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളം. ഒരു കൊച്ചുകുരുവിയുടെ അവസാനത്തെ വിജയം എന്നറിയപ്പെടുന്ന ഉടമ്പടി ഏതാണ്? താഷ്കന്റ് ഉടമ്പടി. കേരള നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഒരേ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ജനപ്രതിനിധി ആരാണ്? ഉമ്മൻചാണ്ടി. മംഗൾ പാണ്ഡെയുടെ ജീവിതകഥ പറയുന്ന ചലച്ചിത്രം ഏതാണ്? മംഗൾ പാണ്ഡെ ദ റൈസിംഗ്. കേന്ദ്ര മന്ത്രിസഭയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ഏത് സഭയിലാണ്? ലോക്സഭ. ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ ഉൽപ്പാദന നേട്ടം കൈവരിച്ച ഇന്ത്യൻ സംസ്ഥാനം? പഞ്ചാബ്. ഗരീബി ഹഠാവോ എന്നത് ഏത് പ്രധാനമന്ത്രിയുടെ മുദ്രാവാക്യമാണ്? ഇന്ദിരാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ച മന്ത്രി? RK ഷൺമുഖം ഷെട്ടി. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നാണയങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരനായ വ്യക്തി? ജവഹർലാൽ നെഹ്റു. കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത്. ഫോട്ടോയിൽ കാണുന്ന ഈ വ്യക്തി അഭിമാനകരമായ ചാന്ദ്രയാൻ 3 എന്ന ദൗത്യത്തിൻ്റെ അമരക്കാരനാണ്. ഇപ്പോഴത്തെ ISRO ചെയർമാനായ ഇദ്ദേഹത്തിൻ്റെ പേര് പറയുക. കഴിഞ്ഞ വീഡിയോയുടെ ചോദ്യമാണ് കണ്ടൽക്കാടുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഈ പ്രശസ്ത വ്യക്തി ആരാണ്? ഉത്തരം കല്ലേൽ പൊക്കുടൻ. ഉത്തരം പറഞ്ഞ അനിഖയ്ക്ക് എല്ലാവിധ ആശംസകളും. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.